തപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. ലജ്ജാപടാവൃതേ നിത്യം ശാരദേ ജ്ഞാനദായികേ പാപേഭ്യോ ന സദാ രക്ഷ കൃപാമയി നമോസ്തുതേ. നമഃ ശ്രീയതിരാജായ വിവേകാനന്ദസൂരയേ സച്ചിത് സുഖസ്വരൂപായ സ്വാമിനേ താപഹാരിണേ. ശ്രീരാമകൃഷ്ണ വചനാമൃതം വോള്യം 1 ഭാഗം 13, അതിലെ അധ്യായം 13-14, അതായത് ഭാഗം 13-ൻ്റെ അവസാന ഭാഗം, അധ്യായം 13-14. ഈ ഭാഗം അവസാനിക്കുന്നത് 2 അധ്യായം ഈശാനൻ എന്ന ഒരു വ്യക്തിയുമായി ഭഗവാൻ ഗഹനമായ ചില ചർച്ചകൾ നടത്തുന്നതാണ്. ഇവിടെ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ശ്രീരാമകൃഷ്ണദേവൻ എന്തിനാണ് ദക്ഷിണേശ്വരത്ത് വന്നത്, അല്ലെങ്കിൽ തൻ്റെ അവതാര ലീലയ്ക്കായി ദക്ഷിണേശ്വരം തന്നെ തിരഞ്ഞെടുക്കാൻ എന്താണ് കാരണം? യഥാർത്ഥത്തിൽ ഭഗവാന്റെ സശരീരനായി ഒരു ജീവിതകാലം മുഴുവനും ഏറ്റവും കൂടുതൽ ദക്ഷിണേശ്വരത്തായിരുന്നു. അപ്പോൾ ആ ലീലയുടെ ലീല നടമാടേണ്ടതിൻ്റെ മുഖ്യ ഭൂമിക ദക്ഷിണേശ്വരമായിരുന്നു. ഭഗവാന്റെ അവതാര ലീലയ്ക്ക് വേണ്ടിയാണ് ദക്ഷിണേശ്വരം ക്ഷേത്രം തന്നെ ഉണ്ടാകുന്നത്. കാരണം ശ്രീരാമകൃഷ്ണദേവൻ കൽക്കട്ടയിൽ വന്നതിന് ശേഷമാണ് ദക്ഷിണേശ്വരം ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാകർമ്മം നടക്കുന്നത്. അതാണ് അതിനകത്തെ വ്യത്യാസം. യഥാർത്ഥത്തിൽ ദക്ഷിണേശ്വരം ക്ഷേത്രം നിർമ്മാണം ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നത് 1848 അപ്പോൾ 48 മുതൽ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് 55 വരെ, ഇപ്പോൾ 49, 50, 51, 52, 53, 54, 57 കൊല്ലം. 7 കൊല്ലം കൊണ്ടാണ് ആ ബൃഹത്തായ ഒരു ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടത് എന്നുകൂടെ ആലോചിച്ചു നോക്കണം. 7 കൊല്ലം കൊണ്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഇന്നിപ്പോൾ നമ്മളൊരു വീട് വെക്കാൻ തുടങ്ങിയാൽ തന്നെ കാലം എത്ര എടുക്കും? ഒരു റോഡ് പണിയാൻ എത്ര വർഷം എടുക്കും? ഒരു പാലം പണിയാൻ എത്ര വർഷം എടുക്കും? ദക്ഷിണേശ്വരം ക്ഷേത്രം കാണുന്നവർക്കത് മനസ്സിലാവും, കണ്ടിട്ടുള്ളവർക്ക്. ചിത്രത്തിൽ കണ്ടാലും മനസ്സിലാവും. എന്നാൽ നേരിട്ട് ക്ഷേത്രത്തിൽ പോയി കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. ബംഗാളിലെ ഏറ്റവും വലിപ്പമേറിയ ക്ഷേത്രങ്ങളിലൊന്നാണ്. ഇപ്പോൾ കാളിഘട്ടിലെ ക്ഷേത്രമൊന്നും വലിപ്പമുള്ളതല്ല, അതൊരു ചെറിയ ക്ഷേത്രമാണ് കാളിഘട്ടിലുള്ളത്. അതാണ് കൽക്കട്ടയിലെ ഏറ്റവും പ്രധാനമായ ഒരു സങ്കേതമായി കണക്കിലെടുക്കുന്നത് കാളിഘട്ടിനെയാണ്. പക്ഷെ കാളിഘട്ട് ക്ഷേത്രം വളരെ ചെറിയൊരു ക്ഷേത്രമാണ്. ഒരു ശ്രീകോവിലിൻ്റെ വലിപ്പമേ അതിനുള്ളൂ ആകെക്കൂടെ, ചുറ്റുപാടുകളൊന്നുമില്ല. പക്ഷെ ദക്ഷിണേശ്വരം ക്ഷേത്രം എന്ന് പറയുന്നത് അതിൻ്റെ വൈപുല്യം തന്നെ വളരെ വളരെ ബൃഹത്തായ ഒരു നിർമ്മാണമാണ് ദക്ഷിണേശ്വരം ക്ഷേത്രം. അപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിന് എടുത്തത് കഷ്ടിച്ച് 7 വർഷം. എന്തുകൊണ്ട്? ഭഗവത് ലീലയ്ക്ക് സമയമായി. അതാണ് അതിനകത്തെ കാര്യം. മാത്രമല്ല, എന്തെല്ലാം തടസ്സങ്ങളുണ്ടായിട്ട് പോലും 7 വർഷം കൊണ്ടാണ്. ഇവിടെ ഈ ഭഗവത് ലീലയുടെ ഒരു രസകരമായ മറ്റൊരു വശം നമ്മൾ ഈ ദക്ഷിണേശ്വരം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ കാണുന്നത്, യഥാർത്ഥത്തിൽ രാമകുമാരനാണ് ആ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാകർമ്മത്തിനും അല്ലെങ്കിൽ ആ ക്ഷേത്രം പ്രവർത്തന സജ്ജമാകുന്നതിന് സഹായകമായത് രാമകുമാരനാണ്, ശ്രീരാമകൃഷ്ണദേവൻ്റെ മൂത്ത ജ്യേഷ്ഠൻ.
അപ്പോൾ രാമകുമാരൻ അതിനു വേണ്ടി ശ്രമിച്ചു. രാമകുമാരനിലൂടെ ആ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാകർമ്മങ്ങളും മറ്റും ആ ക്ഷേത്രമായി മുന്നോട്ട് ആരംഭിച്ചു. പക്ഷെ ആ ക്ഷേത്രം, രാമകുമാരൻ ആ ക്ഷേത്രത്തിൻ്റെ പൂജാരിയായി അതിൻ്റെ പ്രധാന വ്യക്തിയായി മാറിയപ്പോൾ അതിനെ ഏറ്റവും കൂടുതൽ എതിർത്ത വ്യക്തിയാണ് ശ്രീരാമകൃഷ്ണദേവൻ, ഗദാധരൻ. നമുക്കപ്പോൾ അത് ഗദാധരൻ എന്നുള്ള അവസ്ഥയിൽ തന്നെ നിൽക്കുന്ന ആളാണ്. ആ ക്ഷേത്രം രാമകുമാരൻ ഏറ്റെടുത്ത്, അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിൻ്റെ മുഖ്യാചാര്യനായിട്ട് അല്ലെങ്കിൽ പൂജാരിയായിട്ട് അവിടുത്തെ പൂജാതി കർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ തയ്യാറായപ്പോൾ ഗദാധരൻ അത് ശക്തിയുക്തം എതിർത്തു. മാത്രമല്ല തങ്ങളുടെ പിതാവിൻ്റെ സങ്കല്പത്തിന് തകിടം മറിക്കുന്നതാണ്, അല്ലെങ്കിൽ പിതൃകോപം ഉണ്ടാക്കുന്നതാണ് ജ്യേഷ്ഠൻ്റെ ഈ നടപടി എന്ന് ജ്യേഷ്ഠനെ എതിർത്ത ആളാണ് ഗദാധരൻ. ആ ഗദാധരനാണ് പിന്നീട് 30 വർഷം ആകെയുള്ള 50 വർഷമാണ് ശ്രീരാമകൃഷ്ണദേവൻ്റെ ജീവിത കാലയളവ്. ആ ജീവിത കാലയളവിൽ 30 വർഷവും താൻ ആദ്യം എതിർത്ത ഈ ക്ഷേത്ര സങ്കേതത്തിലായിരുന്നു. രാമകുമാരനുമായിട്ടൊരു ഒത്തുതീർപ്പ് വ്യവസ്ഥതയിൽ വരുന്നതിനെക്കുറിച്ചൊക്കെ ഇതിനകത്ത് ഭഗവാന്റെ ആ ലീലയിൽ അതൊക്കെ വരുന്നുണ്ട്. എങ്ങനെയാണ് ഒരു ഒത്തുതീർപ്പ് വ്യവസ്ഥ, ചേട്ടനും അനിയനും തമ്മിൽ ഈ ക്ഷേത്രത്തിൻ്റെ കാര്യത്തിൽ ഒരു ഒത്തുതീർപ്പ് വ്യവസ്ഥ വന്നതെന്ന് ടോസ് ഇട്ടിട്ടാണ്. അന്നത്തെ കാലത്ത് അത് ഈ ഒരു കുറിയിൽ എഴുതിയിട്ട് വേണം വേണ്ട എന്ന് എഴുതിയിട്ട്, വേണം വേണ്ട എന്നിങ്ങനെ 2 വാക്ക് എഴുതി, എന്നിട്ടത് കുറിയിട്ടിട്ട് എടുത്തപ്പോൾ വേണം എന്നാണ് കിട്ടിയത്. അതായത് രാമകുമാരൻ അവിടെ പൂജാരിയായി ആ ക്ഷേത്ര സങ്കേതത്തിൽ പോകണമോ വേണ്ടയോ എന്നായിരുന്നു കുറിയിട്ടത്, ടോസ് ഇട്ടത്, ഒരു കടലാസിൽ എഴുതിയിട്ട്. അപ്പോൾ വേണം എന്നായിരുന്നു വന്നത്. അങ്ങനെയാണ് ഗദാധരൻ അത് അനുവദിച്ചത്. എന്നിട്ടും ഗദാധരൻ ആ ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കാനോ ക്ഷേത്രത്തിൻ്റെ പ്രസാദം സ്വീകരിക്കാനോ ഒന്നും തയ്യാറാകാതെ, മാത്രമല്ല ആ ക്ഷേത്രത്തിൻ്റെ ആദ്യ കാലത്ത് ഗദാധരൻ ആ ക്ഷേത്രത്തിൽ തങ്ങാൻ വിസമ്മതിച്ചിട്ട് ജാമാപുക്കൂറിലേക്ക് തിരിച്ചു പോവുകയാണ് എല്ലാ ദിവസവും ചെയ്തത്. അവിടെ തങ്ങാൻ ഇഷ്ടപ്പെട്ടില്ല. അതായത് രാമകുമാരൻ്റെ സംസ്കൃത സ്കൂളും ഒക്കെ നടത്തി ആദ്യം ഗദാധരനും രാമകുമാരനും കൂടെ താമസിച്ചിരുന്ന കൽക്കട്ടയിലെ ജാമാപുക്കൂറിലാണ്, ആ ജാമാപുക്കൂറിലേക്കാണ് ഗദാധരൻ തിരിച്ചു പോയത്. ക്ഷേത്രത്തിൽ നിൽക്കാൻ താല്പര്യപ്പെട്ടില്ല. പിന്നെ അതിനും ഒരു ഒത്തുതീർപ്പ് വ്യവസ്ഥ ഉണ്ടാക്കാൻ കാരണം, ഗംഗയിൽ കുളിച്ച് ഗംഗയിലെ ജലം കൊണ്ട് പാകം ചെയ്യുന്ന ഭക്ഷണം സ്വയം കഴിക്കാനുള്ള ഒരു തീരുമാനം ഗദാധരൻ എടുക്കുകയാണുണ്ടായത്. ഗംഗാ തീരത്ത് വെച്ച് പാചകം ചെയ്ത് സ്വയം കഴിക്കുക. അപ്പം ഗംഗയുടെ ജലം ഉപയോഗിച്ച് പാകം ചെയ്താൽ അതിൽ പാപമില്ല, അല്ലെങ്കിൽ അതിന് ഭ്രഷ്ടില്ല, അങ്ങനെ എന്തെങ്കിലും ആ ഒരു കാര്യം. ഒരു ബ്രാഹ്മണ്യത്തിൻ്റെ ഒരു സാഹചര്യം അവിടെ കടന്നു വരുന്നുണ്ട്. കാര്യം റാണി റാസാമണി ക്ഷേത്രത്തിൻ്റെ ഉടമ ശൂദ്ര സ്ത്രീയാണ്. അപ്പോൾ അത് അന്നത്തെ കാലത്ത് അത് ബ്രാഹ്മണരേക്കാൾ താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരാൾക്ക് ക്ഷേത്ര നടത്തിപ്പിന് സാഹചര്യമില്ലാത്ത ഒരു സാഹചര്യമുണ്ട് അവിടെ. അതൊക്കെ ആ കാലഘട്ടത്തിൻ്റെ വ്യവസ്ഥിതികൾ എന്ന് മാത്രം നമ്മൾ കണ്ടാൽ മതി. അവതാര ലീലയിൽ ഇതൊക്കെ വളരെ പ്രസക്തമായ ഘടകമാണ്. പക്ഷെ അവതാര ലീല എങ്ങനെയാണ് ഫോം ചെയ്തത്, അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലാണ് അത് പ്ലാൻ ചെയ്തത് എന്നുള്ളതിൻ്റെ ഒരു വലിയ ഘടകം ഇവിടെ കാണാം. അപ്പോൾ ഇവിടെ തന്നെ ഈ ദക്ഷിണേശ്വരം സ്വീകരിക്കാനുണ്ടായ കാരണത്തെക്കുറിച്ച് നമുക്ക് ആലോചിക്കുമ്പോൾ മനസ്സിലാകുന്നത്, ഈ ദക്ഷിണേശ്വരം ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം, അതാണ് അവതാര ലീലയ്ക്ക് അനുയോജ്യമായ തരത്തിലാണ് ദക്ഷിണേശ്വരം ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം നടക്കുന്നത്. റാണി റാസമണി ഈ ക്ഷേത്രം നിർമ്മിക്കുമ്പോൾ ഗദാധരൻ അല്ലെങ്കിൽ ശ്രീരാമകൃഷ്ണദേവൻ്റെ അവതാരോദ്ദേശത്തെ ഉദ്ദേശിച്ചിട്ടൊന്നുമല്ല ക്ഷേത്രം നിർമ്മിക്കുന്നത്. ശ്രീരാമകൃഷ്ണദേവനും
അല്ലെങ്കിൽ ഗദാധരനൊന്നും ആ ചിത്രത്തിലേ ഇല്ലാത്ത സമയത്താണല്ലോ ഇത് ക്ഷേത്രം നിർമ്മിക്കുന്നത്. പക്ഷെ ആ ക്ഷേത്രം നിർമ്മിച്ചപ്പോൾ ശിവശക്തി വൈഷ്ണവ സങ്കേതമായിട്ടാണ് അത് നിർമ്മിച്ചത്. അതിൻ്റെ ആ ആർക്കിടെക്ചർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്താ പറയുക, ക്ഷേത്രത്തിൻ്റെ നിർമ്മിതി ഘടന എന്ന് പറയുന്നത് ശിവനും വിഷ്ണുവും ശക്തിയും സമന്വയിക്കുന്നതായിരുന്നു. അത് മുമ്പ് നമ്മൾ അതിനെക്കുറിച്ച് ദക്ഷിണേശ്വരം ക്ഷേത്രത്തിൻ്റെ ഘടനയെക്കുറിച്ച് മുമ്പ് നമ്മളിവിടെ പറഞ്ഞതാണ്. കാര്യം പ്രധാന പ്രതിഷ്ഠ കാളിയാണെങ്കിൽ കൂടി അതിൻ്റെ തൊട്ടടുത്ത് രാധാകാന്ത ക്ഷേത്രം, വിഷ്ണുവിൻ്റെ ശ്രീകൃഷ്ണൻ്റെ ക്ഷേത്രം രാധാകാന്ത ക്ഷേത്രം, തൊട്ടു മുന്നിലായിട്ട് ഗംഗയുടെ കടവിനോട് ചേർന്ന് 12 ശിവക്ഷേത്രങ്ങൾ. ശിവക്ഷേത്രം എന്ന് പറയുമ്പോൾ വെറും ശിവലിംഗ പ്രതിഷ്ഠകൾ മാത്രമേ ഉള്ളൂ. പക്ഷെ ഓരോന്നും ഓരോ വ്യത്യസ്ത അല്ലെങ്കിൽ പ്രത്യേകമുള്ള നിർമ്മിതികളായിരുന്നു. ചെറിയ ശ്രീകോവിലുകളായിരുന്നു. 12 ശ്രീകോവിലുകളും ആ 12 ശ്രീകോവിലുകളിൽ 12 ശിവലിംഗങ്ങളുമായിരുന്നു. 12 ശിവസങ്കല്പത്തിലുള്ള ശിവക്ഷേത്രം. മറ്റൊരു ആ സ്ട്രക്ചറിൻ്റെ വേറൊരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഗംഗയിൽ നിന്ന് നോക്കിയാൽ കാളീക്ഷേത്രം മറഞ്ഞിരിക്കും ഈ ശിവക്ഷേത്രം കൊണ്ട്. കാര്യം കാളീക്ഷേത്രം കാണാൻ പറ്റില്ല. ഗംഗയിൽ നിന്ന് നോക്കുന്ന ഒരാൾക്ക് കാളീക്ഷേത്രം കാണാനേ പറ്റില്ല. കാരണം ഈ മൊത്തത്തിൽ കാളീക്ഷേത്രത്തെ മറച്ചുകൊണ്ടാണ് ഈ 12 ശിവക്ഷേത്രങ്ങൾ നിൽക്കുന്നത്. ഈ കാളീക്ഷേത്രത്തിൻ്റെ പ്രമിസിസിനകത്ത് കയറിയാൽ മാത്രമേ കാളീക്ഷേത്രം കാണാൻ പറ്റുള്ളൂ. ഗംഗയിൽ നിന്ന് നോക്കുന്ന ഒരാൾക്ക് 12 ശിവക്ഷേത്രങ്ങൾ മാത്രമേ കാണാൻ പറ്റൂ. നമ്മൾ ആ ചിത്രം നോക്കിയാൽ അറിയാം. ഗംഗയിൽ നിന്നുള്ള വിഷൻസ് കൊടുത്തിട്ടുണ്ട്, പലയിടത്തും പുസ്തകങ്ങളിലൊക്കെ അടിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ കടവിൽ നിന്നുകൊണ്ട് നോക്കുന്ന ഒരാൾക്ക് ഈ ശിവക്ഷേത്രം മാത്രമേ, ശിവൻ കാളിയെ മറച്ചിരിക്കുകയാണ്. അതൊക്കെ ഓരോ ആ ക്ഷേത്ര സങ്കല്പം അനുസരിച്ചാണ് അതിൻ്റെ നിർമ്മാണങ്ങൾ പുരോഗമിച്ചതും ആ നിർമ്മാണ ഘടന ഉണ്ടായതും. അത് കാളി മാതാവാണ് ഇവിടെ ക്ഷേത്രം വേണമെന്ന് നിശ്ചയിക്കപ്പെടുന്നത്. അതായത് റാണി റാസമണി ബനാറസിലേക്ക് കാശിയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഇടയ്ക്ക് വച്ചാണ് സ്വപ്ന ദർശനം ഉണ്ടാകുകയും കാളി മാതാവിൻ്റെ ദർശനം ഉണ്ടാകുകയും ഈ ഭൂമിയിൽ, ഈ ദക്ഷിണേശ്വരം ഈ നിലനിൽക്കുന്ന ഈ ഭൂമിയുടെ അടുത്തെത്തിയപ്പോഴാണ് ഇവിടെ എന്നെ പ്രതിഷ്ഠിക്കണമെന്നുള്ള സ്വപ്ന ദർശനം റാണി റാസമണിക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് അവിടെ നിർമ്മിച്ചത്. അതാണ് 1848 സംഭവിച്ചത്. അത് കഴിഞ്ഞ് 55 പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കുകയും ആ പ്രതിഷ്ഠയ്ക്കുമുണ്ട് ചില പ്രത്യേകതകൾ. അതായത് ശിവൻ്റെ മാറത്ത്, ശിവൻ മലർന്നു കിടക്കുന്ന ശിവൻ്റെ മാറത്ത് ചവിട്ടി നിൽക്കുന്നതാണ് കാളീരൂപം. എന്നിട്ട് ഈ കാളിയുടെ കണ്ണുകൾ നോക്കുന്നത് ശിവൻ്റെ കണ്ണിലേക്കാണ്. വെളുത്ത മാർബിളിലാണ് ശിവക്ഷേത്രം, ശിവൻ്റെ പ്രതിഷ്ഠ. ശിവൻ കിടക്കുന്നത് വെളുത്ത മാർബിളിലാണ് ശിവരൂപം വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത്. മലർന്നു കിടക്കുന്ന ശിവൻ്റെ വിഗ്രഹം വെളുത്ത മാർബിളാണ്. കാളി മാതാവിൻ്റേത് കൃഷ്ണശിലയാണ്, കറുത്തതാണ്. ഏതാണ്ട് 3.5 അടി പൊക്കമാണ് ആ കാളി മാതാവിൻ്റെ ആ പ്രതിഷ്ഠയുടെ ആ വിഗ്രഹത്തിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 3.5 അടി പൊക്കമേ ഉള്ളൂ. ആ 3.5 അടി പൊക്കത്തിലാണ്. അപ്പോൾ കാളി മാതാവ് ശിവൻ്റെ കണ്ണിലേക്ക് നോക്കുന്നത് പോലെയാണ് ഈ അവിടുത്തെ പ്രതിഷ്ഠയുടെ സ്വഭാവം. ശ്രീരാമകൃഷ്ണദേവൻ ഈ അവതാര ഉദ്ദേശത്തിനായി തിരഞ്ഞെടുക്കപ്പെടുന്ന ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത ഇതാണ് എന്ന് നമുക്കിതിലൂടെ വ്യക്തമാകും. ഇനി എങ്ങനെയാണ് ശ്രീരാമകൃഷ്ണദേവൻ ഈ പ്രത്യേകതകളെ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്? ശ്രീരാമകൃഷ്ണ അവതാരത്തിൻ്റെ മുഖ്യ ലക്ഷ്യം, ഓരോ അവതാരങ്ങൾക്കും ഓരോ ലക്ഷ്യമുണ്ട് എന്ന് നമുക്കറിയാം. ശ്രീരാമകൃഷ്ണ അവതാരത്തിൻ്റെ മുഖ്യ ലക്ഷ്യം എന്ന് പറയുന്നത് ബ്രഹ്മവും ശക്തിയും തമ്മിൽ ഭേദമില്ല എന്ന് സ്ഥാപിക്കലാണ്. ബ്രഹ്മവും ശക്തിയും തമ്മിൽ ഭേദമില്ല എന്ന സ്ഥാപിക്കലാണ്
ശ്രീരാമകൃഷ്ണ അവതാരത്തിൻ്റെ ലക്ഷ്യം. അത് ആ ഓരോ അവതാരം ഉണ്ടാകുന്ന ഓരോ യുഗങ്ങളിലും പ്രസക്തമായതാണ് അവതാര ഉദ്ദേശം. ഇവിടെ ബ്രഹ്മവും ശക്തിയും ഭേദമില്ല എന്ന് സ്ഥാപിക്കലാണ്. അതെങ്ങനെയൊക്കെയാണ് ആ ബ്രഹ്മവും ശക്തിയും തമ്മിലുള്ള ബന്ധം ഭേദമില്ല എന്ന് എങ്ങനെയൊക്കെ സ്ഥാപിക്കപ്പെടുന്നു എന്നുള്ളതാണ് ശ്രീരാമകൃഷ്ണ ലീല നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ ഓരോ പാർട്ട് നമ്മൾ പഠിച്ചു വരുമ്പോൾ ഇതെങ്ങനെയൊക്കെയാണ് ശ്രീരാമകൃഷ്ണദേവൻ ഈ സന്ദേശത്തെ സമൂഹത്തിൽ എത്തിച്ചത് എന്ന് നമുക്ക് വ്യക്തമാകും. അതാണ് ഇവിടെ ഈ അധ്യായത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റ്. അതാണ് ഇത് നമ്മൾ നോക്കുമ്പോൾ ശ്രീരാമകൃഷ്ണദേവനും ഈശാനനും തമ്മിലുള്ള ചർച്ചയാണ് ഈ രണ്ട് അധ്യായം. അധ്യായം 13, 14 അതോടുകൂടി ഈ ഭാഗം തീരുകയാണ്. ഈ രണ്ട് അധ്യായത്തിൽ പ്രധാനമായും ശ്രീരാമകൃഷ്ണദേവനും ഈശാനനും തമ്മില ചർച്ചയാണ്. അപ്പം ഈശാനൻ ആര്? ഈശാനന് ശ്രീരാമകൃഷ്ണദേവൻ്റെ അവതാര വേളയിൽ ഈശാനൻ എന്താണ് പ്രാധാന്യം എന്നുള്ളതൊക്കെ വചനാമൃതത്തിൽ വ്യക്തമായി ഫുട് നോട്ട് ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല, അത് നമുക്ക് വായിക്കുന്നവർക്ക് അത് മനസ്സിലാവും. പക്ഷേ നമുക്കിതിൻ്റെ ഈ ചർച്ചയുടെ പൊരുളാണ് നമ്മൾ ശരിക്കും വിശകലനം ചെയ്യേണ്ടത്. അപ്പോൾ ബ്രഹ്മവും ശക്തിയും ഭേദമില്ല എന്നെങ്ങനെയാണ് ശ്രീരാമകൃഷ്ണദേവൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ കാണുന്നതൊക്കെയും ചിന്തിക്കുന്നതൊക്കെയും, നമ്മൾ എന്തൊക്കെ കാണുന്നുവോ ആ കാണുന്നതൊക്കെയും, നമ്മൾ എന്തെല്ലാം ചിന്തിക്കുന്നുവോ ആ ചിന്തിക്കുന്നതൊക്കെയും ശക്തിയുടെ പ്രേരണ കൊണ്ടാണ്. ശക്തിയുടെ പ്രേരണയാണ് നമ്മൾ ഈ കാണുന്നതും ചിന്തിക്കുന്നതിൻ്റെയും അടിസ്ഥാനം. അതായത് അമ്മേ 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 എന്ന് മാത്രമാണ് ശ്രീരാമകൃഷ്ണദേവൻ ഈ അവതാര പ്രത്യേകിച്ച് ഈ ദക്ഷിണേശ്വരം കാലത്ത് ഭഗവാൻ എപ്പോൾ നോക്കിയാലും അമ്മേ 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 എന്ന് പറഞ്ഞ് ശക്തിയെ വിളിക്കുകയാണ് ചെയ്യുന്നത്. ശ്രീരാമകൃഷ്ണദേവൻ വിഷ്ണുവിൻ്റെ അവതാരമാണ്, ബ്രഹ്മത്തിൻ്റെ ആൾരൂപമാണ്. അതാണ് ബ്രഹ്മവും ശക്തിയും തമ്മിലുള്ള പൊരുൾ. ആ ബന്ധത്തെയാണ് ഇവിടെ റിവീൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ശ്രീരാമകൃഷ്ണദേവനാവട്ടെ അല്ലെങ്കിൽ വിഷ്ണു ആയാലും ശിവനായാലും രണ്ടും ബ്രഹ്മത്തിൻ്റെ പ്രതീകങ്ങളാണ്, ബ്രഹ്മസ്വരൂപങ്ങളാണ്. ബ്രഹ്മവും ശക്തിയും തമ്മിലുള്ള ബന്ധമാണ് ഇവിടെ നമുക്ക് ബോധ്യപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ജീവിതം, ആ ശ്രീരാമകൃഷ്ണദേവൻ്റെ ജീവിതം പ്രകടമാക്കുന്നത് ഈ ബ്രഹ്മവും ശക്തിയും തമ്മിൽ എങ്ങനെയാണ് പൊരുത്തപ്പെട്ട് നിൽക്കുന്നതെന്ന് നമുക്കിവിടെ മനസ്സിലാവും. നോക്കാം. ശ്രീരാമകൃഷ്ണദേവൻ തന്നെ അത് പറഞ്ഞു തരുന്നുണ്ട് നമുക്ക്. ഈ ബ്രഹ്മത്തെ നമ്മൾ സ്മരിച്ചാൽ, ഇത് വളരെ 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 കോംപ്ലിക്കേറ്റഡ് ആണ്, എന്നാലും ഞാനത് പരമാവധി ഇതിൻ്റെ ഇതിൽ പറയാൻ ശ്രമിക്കാം. അത് പറയാനുള്ള ശക്തിയൊന്നും എനിക്കില്ല, എങ്കിലും ഞാൻ ഈ അധ്യായത്തിലൂടെ പോകുമ്പോൾ ബോധ്യപ്പെടുന്നത് വളരെ എന്നാൽ പറ്റുന്ന രീതിയിൽ ഞാനിത് പറയാം. ബ്രഹ്മത്തെ സ്മരിച്ചാൽ ശക്തിയും അതിനൊപ്പം ഉണ്ടാകുമെന്നാണ് ശ്രീരാമകൃഷ്ണദേവൻ ഇതിൽ പറയുന്നത്. നമ്മൾ ബ്രഹ്മത്തെയാണ് സ്മരിക്കുന്നതെങ്കിൽ അതിൻ്റെ ഒപ്പം ശക്തിയും ഉണ്ടാകും. അപ്പോൾ അതെങ്ങനെ എന്നുള്ളത് നമുക്ക് സംശയം വരും. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ അതിന് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഉദാഹരണം പറഞ്ഞ് അതെങ്ങനെയാണെന്ന് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പാമ്പ് എന്ന് നമ്മൾ വിചാരിച്ചാൽ ആ പാമ്പിൻ്റെ ആ വക്രഗതി കൂടെ ചേർത്താണ് പാമ്പെന്നുള്ള വാക്ക് നമ്മുടെ ഉള്ളിൽ വരിക. അല്ലാതെ പാമ്പ് എന്നുള്ള വാക്ക് മാത്രമായിട്ടല്ല കടന്നു വരിക. പാമ്പ് എന്ന് ചിന്തിക്കുമ്പോൾ അതിൻ്റെ വക്രഗതി കൂടെ നമ്മുടെ ഒപ്പം വരും. അപ്പോൾ ഇവിടെ പാമ്പ് ആണ് ബ്രഹ്മം, ആ വക്രഗതിയാണ് ശക്തി. പാല് എന്ന് പറഞ്ഞാൽ വെളുപ്പ് എന്നുള്ള നിറം കൂടെ അതിൻ്റെ കൂടെ വരും. ഇവിടെ പാല് ബ്രഹ്മം, അതിൻ്റെ വെളുപ്പ് ശക്തി. വെള്ളം എന്ന് പറയുമ്പോൾ തണുപ്പും കൂടെ അതിൻ്റെ കൂടെ ചേർത്തേ നമുക്ക് വെള്ളത്തെ ചിന്തിക്കാൻ പറ്റൂ. വെള്ളം ബ്രഹ്മം, തണുപ്പ് ശക്തി. വളരെ സിമ്പിളായിട്ടാണ് ഭഗവാൻ ഇത് പറഞ്ഞത്. അപ്പോൾ ബ്രഹ്മവും ശക്തിയും എങ്ങനെയാണ് പരസ്പരം
ബന്ധപ്പെട്ട് ഒന്നിച്ചേ നമുക്ക് ചിന്തിക്കാം. ബ്രഹ്മത്തെയും ശക്തിയെയും ഒന്നിച്ചേ ചിന്തിക്കാൻ പറ്റും. ഈ ശക്തിയുടെ ഒരു പ്രത്യേകത ഇനി അപ്പം നമ്മൾ ബ്രഹ്മത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ശക്തിയുടെ ഘടനയാണ് കടന്നു വരുന്നത്. അവിടെയാണ് ഈ കുഴപ്പം മുഴുവൻ കിടക്കുന്നത്. ഈ ശക്തിയുടെ ഘടന കൊണ്ട്, അതായത് ബ്രഹ്മത്തോടൊപ്പമാണ് ശക്തിയുടെ ഘടന. ആ ശക്തിയുടെ ഘടന കൊണ്ട് ബ്രഹ്മത്തെ മറയ്ക്കുകയാണ് ചെയ്യുന്നത്. പാമ്പിനെ അല്ല നമ്മൾ കാണുന്നത്. പാമ്പിൻ്റെ ആ വക്രഗതിയാണ് ആദ്യം നമ്മുടെ കണ്ണിൽപ്പെടുകയുള്ളൂ. പാമ്പിനെ അല്ല കിടുക, ആ വക്രഗതിയാണ് നമ്മുടെ മുമ്പിൽപ്പെടുന്നത്. പാല് എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് ആ വെള്ള നിറമാണ് നമ്മുടെ ഉള്ളിൽ. അപ്പോൾ ആദ്യത്തെ കാഴ്ച എന്ന് പറയുന്നത് ആ വക്രഗതി, പാമ്പിൻ്റെ വക്രഗതി. അതായത് ശക്തിരൂപമാണ് നമ്മൾ ആദ്യം കാണുന്നുള്ളൂ. അതിനപ്പുറത്തുള്ള ബ്രഹ്മത്തിൻ്റെ രൂപം നമ്മൾ കാണുന്നതേയില്ല. ഈ ശക്തി അതിൻ്റെ മായ കൊണ്ട് ബ്രഹ്മത്തെ മറച്ചു പിടിക്കുന്നു. ഈ വചനാമൃതം വായിക്കുമ്പോൾ നമ്മൾ പലയിടത്തും ശ്രദ്ധിച്ചാൽ അറിയാം, കാളി മാതാവിനോട് ശ്രീരാമകൃഷ്ണദേവൻ അഭ്യർത്ഥിക്കുന്നുണ്ട്, അമ്മേ ആ മായയെ ഒന്ന് മാറ്റിത്തരൂ, എന്നിട്ട് എൻ്റെ മുമ്പിൽ നേരെ വരുമെന്ന് ശ്രീരാമകൃഷ്ണദേവൻ പറയുന്നുണ്ട്. ആ മായയെ ഒന്ന് മാറ്റിത്തരൂ, എനിക്ക് നേരിട്ട് കാണാനുള്ള സൗകര്യം തരൂ എന്ന് എത്രയോ തവണ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഈ മായ കൊണ്ട്, ശക്തി മായ കൊണ്ട് ബ്രഹ്മത്തെ മറച്ചു പിടിക്കുകയാണ്. അതായത് ശക്തിയെ ഉപാസിച്ച് ആ മായ നീക്കിയാൽ മാത്രമേ ബ്രഹ്മത്തെ നമുക്ക് കാണാൻ പറ്റൂ. ഇത് ക്ലിയർ ആയെന്ന് എനിക്ക് തോന്നുന്നു പറഞ്ഞിടത്തോളം. ഇനി ഒന്നുകൂടെ അത് കറക്റ്റ് ചെയ്യാം, ഒന്നുകൂടെ ഒന്ന് ക്ലിയർ ആക്കാം. ഉദാഹരണത്തിന് ഭഗവാൻ തന്നെ പറഞ്ഞ ഉദാഹരണമാണ്. ഇരുട്ടെന്ന് പറയുന്നത് മായയാണ്. ഇരുട്ടത്ത് ഒരു കയറ് കിടക്കുന്നത് കാണുമ്പോൾ അത് പാമ്പാണെന്ന് തോന്നുന്നു. അപ്പം ഇരുട്ട് മായയാണ്. ഈ മായയിൽ കയറല്ല നമ്മൾ കണ്ടത്, കയറിൻ്റെ വക്രരൂപമാണ് നമ്മൾ കണ്ടത്. മനസ്സിലായ? വളരെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം ഈ ഭാഗം. അതായത് ഇരുട്ട് മായയാണ്. നമ്മൾ ഇരുട്ടത്ത് വരിക, അപ്പോൾ ഇരുട്ടെന്ന് പറഞ്ഞത് മായ. ഈ ഇരുട്ട് കൊണ്ട് കയറാണ് മുമ്പിൽ കിടക്കുന്നത്, പക്ഷെ നമ്മൾ കാണുന്നത് അതിൻ്റെ ആ വക്രരൂപം മാത്രമാണ്. അപ്പോൾ ഇരുട്ടാകുന്ന മായയിൽ വക്രീകരിച്ച രൂപം മാത്രമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ധരിക്കുന്നു? ഈ വക്രീകരിച്ച രൂപം പാമ്പാണ് എന്ന് നമ്മൾ ധരിക്കുന്നു. പാമ്പ് ബ്രഹ്മമാണ്. നേരത്തെ പറഞ്ഞല്ലോ, പാമ്പ് ബ്രഹ്മവും വക്രീകരിച്ച രൂപം ശക്തിയുമാണ്. അപ്പം പാമ്പ് എന്ന് പറയുന്നത് ബ്രഹ്മമാണ്. ഇരുട്ടാകുന്ന മായയിൽ വക്രീകരിച്ച രൂപം കണ്ടപ്പോൾ കയറ് പാമ്പാണെന്ന് തോന്നി, കയറ് ബ്രഹ്മമാണെന്ന് തെറ്റിദ്ധരിച്ചു. മായയെ നീക്കി, ഇരുട്ട് നീക്കുമ്പോൾ വക്രീകരിച്ച ആ രൂപം കയറാണ്, അത് പാമ്പല്ല എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. അതായത് നമ്മൾ ഈ മായയുടെ ശക്തി കൊണ്ട് കാണുന്ന കാഴ്ചയിൽ ബ്രഹ്മമാണെന്ന് ധരിക്കുന്നതൊന്നും ബ്രഹ്മമല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്നതും നമ്മൾ കാണുന്നതും ഒന്നും തന്നെ ബ്രഹ്മമല്ല. അതായത് വിഷ്ണു, ശിവ, ശക്തി, ഇതിൽ ശക്തിയുടെ മറ മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. മായയുടെ മറ, ശക്തി അവതരിപ്പിക്കുന്ന മായയുടെ മറ മാത്രമാണ്. ശക്തിയെ നമ്മൾ കാണുന്നില്ല, കാരണം ശക്തി അതിൻ്റെ ആ ഘടന മാത്രമാണ്. അപ്പോൾ ഈ മായയെ നീക്കി ബ്രഹ്മത്തെ അറിയാനുള്ള കഴിവ് നമുക്ക് തരൂ എന്ന പ്രാർത്ഥനയ്ക്ക് മാത്രമേ നമുക്ക് അവകാശമുള്ളൂ. നമ്മൾ കാണുന്നതൊന്നും ബ്രഹ്മമല്ല, ബ്രഹ്മത്തിൻ്റെ രൂപമല്ല. അതാണ് ആ രജ്ജു സർപ്പം, ഇരുട്ടത്ത് കയറ് കാണുന്നതിൻ്റെ ആ ഡിസ്ക്രിപ്ഷൻ പറയുന്നത് അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഉദാഹരണം എടുത്തത്. ഇവിടെ എനിക്ക് തോന്നുന്നു അത് ക്ലാരിറ്റി കിട്ടിയെന്ന് തോന്നുന്നു.
പറഞ്ഞിടത്തോളം. അതായത് യഥാർത്ഥത്തിൽ ബ്രഹ്മത്തെ അല്ല, മായയാൽ മറയപ്പെട്ട ബ്രഹ്മത്തിന് സമാനമായ മറ്റൊന്നാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എപ്പോഴും. ബ്രഹ്മത്തെ അല്ല, മായയാൽ മറയ്ക്കപ്പെട്ട ബ്രഹ്മത്തിന് സമാനമായ ബ്രഹ്മമാണെന്ന് തോന്നിപ്പിക്കുന്ന മറ്റൊന്നിനെയാണ് നമ്മൾ കണ്ട് അത് ബ്രഹ്മമാണെന്ന് തെറ്റിദ്ധരിച്ച് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥ ബ്രഹ്മത്തെ നമ്മൾ ആരും കാണുന്നതേയില്ല. ഇതാണ് ഈ കയർ അല്ലെങ്കിൽ ഈ ഒരു ഉദാഹരണം കൊണ്ട് ശ്രീരാമകൃഷ്ണദേവൻ നമ്മെ ബോധ്യപ്പെടുത്തിയത്. അപ്പോൾ ഈ ബ്രഹ്മസ്വരൂപങ്ങളും ശക്തി സ്വരൂപങ്ങളും ഒരേ ഭൂമികയിൽ സമന്വയിപ്പിച്ചുകൊണ്ടാണ് ദക്ഷിണേശ്വരത്ത് അവതാര ലക്ഷ്യം പൂർത്തീകരിക്കാൻ ഉള്ള ശ്രമം നടക്കുന്നത്. മുൻകാലങ്ങളിൽ നമ്മൾ കണ്ട ഒരു അവതാരങ്ങളും ഇത്രയും കോംപ്ലിക്കേറ്റഡ് അല്ല. ശ്രീകൃഷ്ണാവതാരമാണെങ്കിലും ശ്രീരാമാവതാരമാണെങ്കിലും അതിനു മുമ്പുള്ള ഏത് അവതാരങ്ങൾ എടുത്താലും എത്രയൊക്കെ അവതാരങ്ങൾ എടുത്താലും ഇതൊന്നും ഇത്രയും കോംപ്ലിക്കേറ്റഡ് അല്ല. ശ്രീരാമകൃഷ്ണദേവ അവതാരത്തോളം കോംപ്ലിക്കേറ്റഡ് അല്ല. ഇത് ഹൈലി കോംപ്ലിക്കേറ്റഡാണ്. വളരെ പാടാണ്. സമീപിക്കാൻ തന്നെ പാടാണ്. അപ്പോൾ അതുകൊണ്ട് വേണ്ടത് ശക്തി സ്വരൂപത്തോട് നമ്മൾ, അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ ഇതെല്ലാം ശ്രീരാമകൃഷ്ണദേവൻ ഇതിൽ പറയുന്നുണ്ട്. ശക്തി സ്വരൂപത്തോട് നമ്മൾ യാചിക്കണം, അമ്മയോട് നമ്മൾ യാചിക്കണം, ദയവായി എനിക്ക് ബ്രഹ്മദർശനം നൽകൂ എന്ന് അമ്മയോട് യാചിക്കണം. ഈ അധ്യായത്തിൽ തന്നെ അത് പറയുന്നുണ്ട്. അമ്മേ അമ്മേ, അധ്യായത്തിൽ പറയുന്ന വാക്കിതാണ്, അമ്മേ അമ്മേ എന്ന് വിളിക്കുന്നതാണ് നല്ലത്. അവിടുന്ന് അമ്മ, ഞാൻ അവിടുത്തെ പൈതൽ. അവിടുന്ന് അമ്മ, ഞാൻ അവിടുത്തെ പൈതൽ. അവിടുന്ന് പ്രഭു, ഞാൻ സേവകൻ. ഈ ഭാവം സ്വീകരിച്ചാൽ അമ്മ മായയെ മാറ്റിത്തരും. അതെല്ലാം ബാക്കിയെല്ലാം താനെ വന്നോളൂ. നമ്മൾ ഒരു ശ്രമവും വേറെ നടത്തണ്ട. അമ്മയോട് യാചിച്ചുകൊണ്ടേ ഇരിക്കണം. അമ്മേ, ഈ മായയെ മാറ്റിത്തരൂ, മായയെ മാറ്റിത്തരൂ, മായയെ മാറ്റിത്തരൂ. അമ്മയെ, ആ ബ്രഹ്മസ്വരൂപത്തെ എനിക്ക് കാണിച്ചു തരൂ. ഞാൻ അമ്മയുടെ പൈതലാണ്, ഞാൻ അമ്മയുടെ സേവകനാണ് എന്ന ഭാവം സ്വീകരിച്ചാൽ മാത്രം മതി. അതുമാത്രമാണ് ഈ ഇരുട്ടാകുന്ന മായയിൽ നിന്ന് ആ കയർ കണ്ട് ഭയന്നിരിക്കേണ്ട നമ്മൾക്ക് ആ വെളിച്ചം വന്ന് അത് കയറല്ല, അത് പാമ്പല്ല, കയറാണെന്നുള്ള ബോധത്തോടു കൂടി നമ്മൾ മാറുന്നത്. യഥാർത്ഥ ബ്രഹ്മസ്വരൂപത്തെ നമ്മൾ കാണാനായിട്ട് ശ്രമിക്കുന്നതിന് ഈ മായയെ മാറ്റിത്തരുന്നു. അതിന് അമ്മ തന്നെ സഹായിക്കണം എന്നാണ് ഇതിനകത്ത് ഈ അധ്യായമല്ല, ഈ വചനാമൃതം പൂർണ്ണമായും ഈ ഒറ്റ സംഗതിയിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അമ്മേ അമ്മേ അമ്മേ, ഞാൻ യന്ത്രം അങ്ങ് യന്ത്രി, ഞാൻ യന്ത്രം അങ്ങ് യന്ത്രി. ഈ ഒറ്റ സ്റ്റേറ്റ്മെൻറ്റാണ് വചനാമൃതം മുഴുവൻ. ഈ ഒറ്റ സ്റ്റേറ്റ്മെൻറ്റാണ് ഏകദേശം 50 കൊല്ലത്തെ അവതാര ജീവിതവും. ഒറ്റ സ്റ്റേറ്റ്മെൻറ്റേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻസാണ് പിന്നീട് വരുന്നത്. ആ ഡിസ്ക്രിപ്ഷൻസിനെ നമുക്ക് ബോധ്യപ്പെടുത്താനാണ് മറ്റ് കഥാപാത്രങ്ങളൊക്കെ ഈ അവതാര ലീലയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ആ ഓരോ കഥാപാത്രത്തെയും ഈ അവതാര ലീലയിൽ അവതരിപ്പിക്കുന്നത് ഈ ഡിസ്ക്രിപ്ഷൻ കൃത്യമായി നമ്മിലെത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ശ്രീരാമകൃഷ്ണദേവൻ രസകരമായ ഒരു കാര്യം കൂടെ ഇതോടനുബന്ധിച്ച് പറയുന്നുണ്ട്. ഇവിടെ പറഞ്ഞല്ലോ, ഇനി ഇത്രയും പറഞ്ഞതിനെ ഒന്ന് മനസ്സിൽ വെക്കുക. അതായത് നമ്മൾ യഥാർത്ഥ ബ്രഹ്മസ്വരൂപത്തെ കാണാൻ വേണ്ടി അമ്മയോട് യാചിക്കുന്നു, അമ്മേ ഇതെല്ലാം എനിക്ക് വ്യക്തമായി കാണിച്ചു തരൂ, എന്നെ അനുഗ്രഹിക്കൂ, കാണിച്ചു തരൂ എന്നുള്ള പ്രാർത്ഥനയാണ് നമുക്കുള്ളത്. ഈ പ്രാർത്ഥനയുടെ വിവിധ ഘടകങ്ങളാണ് നാമജപം. ഇത് നമ്മൾ കഴിഞ്ഞ തവണയും ഇതേ ഭാഗം ഒന്ന് ചർച്ച ചെയ്തതാണ്. അപ്പോൾ ഈ നാമജപം, അത് സഹസ്രനാമമായാലും കൊള്ളാം, ഏത് തരം നാമമായാലും കൊള്ളാം. ഈ നാമജപം എന്ന് പറയുന്നത് ഈ അപേക്ഷയാണ്, ഈ റിക്വസ്റ്റാണ്. അല്ലാതെ അത് നാമമല്ല പ്രാധാന്യം, അതൊരു നമ്മളൊരിക്കലും അപേക്ഷാ പേപ്പറിനെ അല്ലല്ലോ ആശ്രയിക്കുന്നത്. അപേക്ഷാ പേപ്പർ എവിടെയാണോ സബ്മിറ്റ് ചെയ്യേണ്ടത് ആ സബ്മിറ്റ് ചെയ്ത് ആ സബ്മിഷൻ നടത്തിയ ശേഷം അത് അംഗീകരിക്കേണ്ട ആൾ അംഗീകരിച്ചാലേ അപേക്ഷ കൊണ്ട് പ്രയോജനമുള്ളൂ. അല്ലാതെ എല്ലാ ദിവസവും അപേക്ഷ എഴുതിക്കൊണ്ടിരുന്നാൽ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? നമുക്കൊരു ജോലി വേണം, ജോലിക്ക് അപേക്ഷ എഴുതിക്കൊണ്ടിരുന്ന ജോലി കിട്ടുമോ?
അപേക്ഷ ഒരു പ്രോസസ്സ് മാത്രമാണ്. ശ്രീരാമകൃഷ്ണദേവനോട് പറയുന്നു, ഈ നാമജപം എന്ന് പറയുന്നത് ഒരു പ്രോസസ്സ് മാത്രമാണ്, അനുഷ്ഠാനം മാത്രം. പക്ഷേ ഇവിടുത്തെ നമ്മുടെ ഒരു ദുരന്തം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അനുഷ്ഠാനത്തിൽ നിൽക്കുക. ഈ അപേക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നതല്ലാതെ നമ്മൾ യഥാർത്ഥത്തിൽ കാണേണ്ട ആളെ കണ്ട് ഈ അപേക്ഷ ഇതുവരെ കൊടുത്തിട്ടില്ല. കാര്യം അതിനുള്ള സാവകാശം നമുക്കില്ല. അല്ല, സാവകാശമല്ല, അതിനുള്ള ക്ഷമ നമുക്കില്ല. നാമത്തെ നമ്മൾ ആവർത്തിച്ച് ജപിക്കുന്നുണ്ട്, പക്ഷെ നാമധാരിയെ കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ അതിനുള്ള ക്ഷമ നമുക്കില്ല. ഇതാണ് ശ്രീരാമകൃഷ്ണദേവൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ഇവിടെയാണ് നമ്മുടെ അനുഷ്ഠാനവും ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങളും കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ചിന്തിക്കുക. എങ്ങനെയാണ് ആ ബ്രഹ്മത്തെ സമീപിക്കാൻ ശക്തിയോട് അപേക്ഷിച്ച് ശക്തിയുടെ സഹായത്താൽ മായയെ നീക്കി യഥാർത്ഥ ബ്രഹ്മസ്വരൂപത്തെ ബോധ്യപ്പെടാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ പ്രാക്ടീസ്, അല്ലെങ്കിൽ അതനുസരിച്ചുള്ള ട്രെയിനിങ് പ്രോഗ്രാം മാത്രമാണ് തൻ്റെ അവതാര കാലം കൊണ്ട് ഭഗവാൻ ചെയ്തത്. അത് സ്വാമിജിയെ ഉൾപ്പെടെ, നരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരെ ട്രെയിൻ ചെയ്യിച്ചെടുക്കുകയായിരുന്നു. അതിൻ്റെ ട്രെയിനിങ് കൊണ്ടാണ് കേവലം വെറും 39 വർഷം മാത്രം ജീവിച്ച ആൾ, അതിൽ തന്നെ വെറും 5 വർഷമാണ് ഈ ട്രെയിനിങ് പ്രോഗ്രാമിന് ഇരുന്നിട്ടുള്ളൂ നരേന്ദ്രൻ. 81 മുതൽ 86 വരെ 5 വർഷത്തെ ട്രെയിനിങ് പ്രോഗ്രാമാണ് നരേന്ദ്രന് ദക്ഷിണേശ്വരത്ത് കിട്ടിയത്, നരേന്ദ്രൻ ഉൾപ്പെടെ എല്ലാവർക്കും. ആ 5 വർഷത്തെ ട്രെയിനിങ് പ്രോഗ്രാം കൊണ്ട് പിന്നീട് അടുത്ത 16 വർഷം, അല്ലേ, 39 വയസ്സാണെങ്കിൽ പിന്നീട് ഒരു 16 വർഷം കൂടെ. ഈ 16 വർഷത്തെ പ്രവർത്തനമെന്ന് പറയുന്നതായിരുന്നു ഏറ്റവും ശക്തമായ പ്രവർത്തനം. സ്വാമിജിയുടെ ഈ കഴിഞ്ഞ ദിവസം പൂർത്തിയായ 163-ാം ജന്മജയന്തി ആഘോഷം വരെ നമ്മൾ ആഘോഷിക്കുമ്പോൾ, നമ്മൾ ആചരിക്കുമ്പോൾ ഈ ട്രെയിനിങ് പ്രോഗ്രാം നമുക്ക് വേണ്ടി സ്വാമിജി എങ്ങനെയൊക്കെയാണ് തന്നിരിക്കുന്നതെന്നുള്ളതിൻ്റെ ഒരു ഒരു സസൂക്ഷ്മ നിരീക്ഷണമാണ് നമുക്ക് വേണ്ടത്. എത്രമാത്രം ഭഗവാന്റെ ഇതുപോലൊരു അവതാരം ഉണ്ടായിട്ടുണ്ട്. മറ്റ് അവതാര കഥകളെല്ലാം വായിക്കുമ്പോൾ നമ്മൾക്ക് ഈ മനുഷ്യനെ എങ്ങനെ പ്രാപ്യനാക്കാം എന്നുള്ളത് മറ്റ് അവതാര കഥകളിൽ ഒരിടത്തുമില്ല. മറ്റൊരവതാരവും ആ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നില്ല. അത് കഠിനമായ തപസ്സിലൂടെ, കഠിനമായ യാഗാദികളിലൂടെയൊക്കെയാണ് അവരുടെ ആ അവതാരങ്ങളുടെ സാക്ഷാത്കാരം മുഴുവൻ നടന്നിട്ടുള്ളത്. അങ്ങനെയാണ് കഠിനമായ തപസ്സാണ് ബേസിക് ആയിട്ടുള്ള പ്രോഗ്രാം, ട്രെയിനിങ് പ്രോഗ്രാം. അതിൽ ആ കഠിനമായ തപസ്സിന് തയ്യാറായിട്ടുള്ള മഹർഷി വര്യന്മാർക്ക് മാത്രമേ ആ ഒരു അറ്റൈൻ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ ബ്രഹ്മത്തെ. അല്ലാതെ സാധാരണക്കാർക്ക് പറ്റിയിട്ടില്ല. അത് കഴിഞ്ഞ എല്ലാ അവതാരകാലത്തും ഇത് തന്നെയാണ് സംഭവിച്ചത്. പക്ഷേ ശ്രീരാമകൃഷ്ണ അവതാരം വന്നപ്പോഴേക്കും അത് മാറി, പബ്ലിക്കിലേക്ക് കാര്യങ്ങൾ മാറി, ഈ സാമൂഹിക വ്യവസ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറി. ഒരു ഭരണകൂടത്തെ തന്നെ ലോകം മുഴുവൻ, സൂര്യൻ അസ്തമിക്കാത്ത നാടിൻ്റെ അവകാശികളായ ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ തന്നെ തലതിരിച്ചു കളഞ്ഞു. സ്വാമിജിയെപ്പോലുള്ള ഒരാൾ അമേരിക്കയിലോ അല്ലെങ്കിൽ മറ്റ് പാശ്ചാത്യ നാടുകളിലുള്ള പല പല ഭാഗങ്ങളിൽ പോയി ഒരു സംഭാഷണം അല്ലെങ്കിൽ ഒരു പ്രസംഗം നടത്തുമ്പോൾ അതെല്ലാം അങ്ങ് കേട്ട പാതി കേൾക്കാത്ത പാതി അതിനെല്ലാം വശംവദരാകുന്ന ഒരു ജനതയൊന്നും അല്ല ഈ ബ്രിട്ടീഷുകാരോ അല്ലെങ്കിൽ പാശ്ചാത്യരോ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അവിടെ പ്രവർത്തിച്ച അത് സ്വാമിജി തന്നെ, സ്വാമിജിയുടെ സാഹിത്യ സർവസ്വത്തിലൂടെ കടന്നു പോകുന്നത് നമുക്കത് ബോധ്യമാകും. അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം കത്തുകളിലൂടെ മാത്രം കടന്നു പോയാൽ മതി. അത്ര എളുപ്പമൊന്നുമല്ല. അപ്പോൾ അത് ഈ 5 വർഷത്തെ ട്രെയിനിങ് എന്തായിരുന്നു? ട്രെയിനിങ് സ്വാമിജിയോടും ഭഗവാൻ ഇത്രേ പറഞ്ഞോളൂ, നീ അമ്മയോട് പറ എന്നാണ് പറഞ്ഞത്. എല്ലാ കാര്യങ്ങളും അമ്മയോട് പറയാനാണ് പറഞ്ഞത്. അമ്മ എന്ന് പറയുമ്പോൾ ഈ ശക്തി സ്വരൂപത്തോടാണ് പറയുന്നത്. നിൻ്റെ മുന്നിലുള്ള മായയെ നീക്കി തന്നിട്ട്, തൻ്റെ കുടുംബത്തിന് ബുദ്ധിമുട്ടുണ്ടായപ്പോൾ, തൻ്റെ കുടുംബത്തിന് ദാരിദ്ര്യമുണ്ടായപ്പോൾ, തൻ്റെ കുടുംബത്തിന്
മുന്നോട്ട് പോകാൻ വൈഷമ്യം നേരിട്ടപ്പോൾ ഈ ശക്തി അതൊരു മായയുടെ മറ കൊണ്ട് സംഭവിച്ച, മായയാൽ സംഭവിച്ചതാണ് എന്ന് ശ്രീരാമകൃഷ്ണദേവൻ അറിയാം. ആ മായയെ നീ നീക്കാനായിട്ട് നീ കാളിമാതാവിനോട് ചെന്ന് പറ, ഈ മായ നീക്കിത്തരും അമ്മയെന്ന്. പക്ഷേ സ്വാമിക്ക് അവിടെ പോയി പറയാൻ പറ്റിയില്ല. 2 or 3 പ്രാവശ്യം അമ്മയുടെ മുമ്പിൽ ചെന്ന് നിന്നിട്ട് അതേപോലെ തിരിച്ചു വന്നു. ആ കാര്യം അത്ര ശക്തമായിട്ടാണ് മായ കിടക്കുന്നത് അവിടെ. ആ കറുപ്പ്, ആ ഇരുട്ട് മാറിയിട്ടില്ല. അത്ര ശക്തമാണ് ആ കൂരിരുട്ട്. സ്വാമി തന്നെ എത്ര കഴിഞ്ഞ് ഭഗവാന്റെ ദേഹത്യാഗത്തിനും ശേഷം എത്ര കഴിഞ്ഞാണ് സ്വാമിജി അതിലേക്ക് റിയലൈസ് ചെയ്ത് വരുന്നത് തന്നെ. എത്രമാത്രമാണ് മനക്ലേശം അനുഭവിച്ചത് ഈ ആൾക്കാരെല്ലാം. അത്ര ശക്തമായിരുന്നു മായ. നമ്മളെ സംബന്ധിച്ച് ആ മായയ്ക്ക് അത്രയും ശക്തി ഇല്ലാത്ത വിധം നമ്മളെപ്പോലുള്ള സാധാരണക്കാർ, നമ്മൾ ഭക്തന്മാർ, ഈ ഗൃഹസ്ഥാശ്രമികളായ ഭക്തന്മാർക്ക് ഇത്രയും പ്രയാസമൊന്നും വന്നില്ല. കാര്യം ഭഗവാൻ തന്നെ നമ്മളുടെ ഈ ഒരു ചെറിയ വായനയിലൂടെ, അല്ലെങ്കിൽ നമ്മുടെ ഒരു വിശ്വാസം അർപ്പിക്കലിലൂടെ തന്നെ ഭഗവാൻ ആ മായയെ പതുക്കെ മാറ്റിത്തരുന്നുണ്ടായി. അതുകൊണ്ടാണ് നമ്മളൊന്നും വിഷമം അറിയാത്തത്. സ്വാമിജി നരേന്ദ്രൻ അനുഭവിച്ച ജീവിതകാലം, ആകെ 39 വർഷം ജീവിച്ച ഒരാൾ അനുഭവിച്ച ത്യാഗവും അനുഭവിച്ച വേദനയും കുടുംബ പ്രശ്നങ്ങളും പ്രാരാബ്ദങ്ങളും ആലോചിച്ചാൽ നമ്മളൊക്കെ ഭാഗ്യവാന്മാരാണ്. ഇരിക്കുന്ന എല്ലാവരുടെയും കാര്യം അതാണ്. രാമകൃഷ്ണൻ സ്വാമി ആയാലും ശരി, രാഘാലായാലും ശരി, ആരാണല്ലാത്തത്? ആ 16 പേരും അതുപോലെ തന്നെ. അതിനകത്ത് അങ്ങനെ അല്ലാതെ വന്ന ഒരാളേ ഉള്ളൂ, അത് ലാട്ടു മാത്രമാണ്. കാര്യം ലാട്ടുവിന് ഇതൊന്നുമില്ല. കാര്യം ലാട്ടുവിൽ മായ പ്രവർത്തിച്ചിട്ടേയില്ല. ലാട്ടുവിന് ജന്മം കൊണ്ട് പോലും, കാര്യം മായ തോറ്റുപോയത് ലാട്ടുവിൻ്റെ മുമ്പിലാണ്. എങ്ങനെയാണോ കാളിദാസൻ്റെ മുമ്പിൽ കാളി തോറ്റുപോയത്. പുറത്താര് എന്ന് ചോദിച്ചപ്പോൾ കാളി, അപ്പോൾ അകത്താരെന്ന് ചോദിച്ചാൽ ഞാൻ ദാസൻ എന്ന് തിരിച്ചു പറഞ്ഞ പോലെ. അത്രയും സിമ്പിളായിരുന്നു. കാര്യം കാളിദാസൻ അറിയില്ലല്ലോ കാളി എന്താണെന്നുള്ളത്. അതുകൊണ്ട് ഈ മായ എന്താണെന്ന് ലാട്ടുവിന് അറിയില്ല. അതേസമയം ബാക്കിയുള്ളവർക്ക് അതിനെക്കുറിച്ച് ബോധമുണ്ട്. ലാട്ടുവിന് മായയെക്കുറിച്ച് അറിയില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ലാട്ടു, അത് വളരെ ക്ലിയറായിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് ലാട്ടു മഹാരാജിന്. അതിപ്പോൾ ജസ്റ്റ് ഈ ഒരു ഘടന വന്നപ്പോൾ പെട്ടെന്ന് ഓർത്തുകൊണ്ട് ഞാൻ പറയുകയാണ്. ലാട്ടുവിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, അത്ഭുതാനന്ദ സ്വാമികളുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, നമ്മൾ ഈ കോണ്ടക്സ്റ്റിൽ അതൊന്ന് ചിന്തിച്ചു നോക്കാം. ലാട്ടുവിന് മായയുടെ മറയില്ല. അതായത് ലാട്ടു ശക്തിയെയല്ല ആശ്രയിച്ചത്, ലാട്ടു ബ്രഹ്മത്തെയാണ് ആശ്രയിച്ചത്. ലാട്ടു ഡയറക്റ്റ് ബ്രഹ്മത്തെ ആശ്രയിച്ചത്. കാര്യം ശക്തിക്ക് ലാട്ടുവിൻ്റെ മുമ്പിൽ മായ പ്രകടിപ്പിക്കാനുള്ള ശക്തിയില്ലാതെ പോയി. കാര്യം എന്താണ്? ലാട്ടുവിനെ തന്നെ അറിയില്ല. സ്വയം അറിയുമ്പോഴാണല്ലോ ഈ മായയും മറയും ഒക്കെ വരുന്നത്. നമ്മൾക്കൊക്കെ ഈ അഹംബോധമുള്ളത് കൊണ്ടാണ് നമ്മുടെ മുമ്പിൽ മായയ്ക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നത്. കാര്യം നമ്മുടെയൊക്കെ ഉള്ളിൽ അഹംബോധമുണ്ട്. നരേന്ദ്രൻ്റെ മുമ്പിലായാലും ശശി മഹാരാജിൻ്റെ മുമ്പിലായാലും ബാക്കി 15 പേരുടെ മുമ്പിലും അഹംബോധത്തിൻ്റെ മറയുണ്ട്. ലാട്ടുവിന് അഹംബോധത്തിൻ്റെ മറയില്ല. അഹംബോധമേ ഇല്ല. അഹമെന്തല്ല, സ്വന്തം പേരറിയാത്ത ആളാണ്. അപ്പം തീർന്നില്ലേ? നീ ആരാണെന്ന് ചോദിച്ചാൽ അറിയില്ല, എൻ്റെ പേരറിയില്ല, ഒരു ശബ്ദം മാത്രമാണ് വെളിയിൽ വന്നത്. അപ്പം സ്വയം അഹംബോധമില്ലാതെയാണ് ജനനം കൊണ്ട് തന്നെ ലാട്ടു. ആ ലാട്ടുവിനെ എങ്ങനെയാണ് മായയ്ക്ക് കീഴ്പ്പെടുത്താൻ പറ്റുക? ശക്തി തോറ്റുപോയി ലാട്ടുവിൻ്റെ മുമ്പിൽ. കാരണം ലാട്ടു ബ്രഹ്മത്തെയാണ് ആശ്രയിച്ചത്. ശ്രീരാമകൃഷ്ണദേവൻ നീ ഉറങ്ങുന്നോ എന്ന് ചോദിച്ചപ്പോൾ പിന്നെ ഉറക്കമേ ഉപേക്ഷിച്ച ആളാണ് ശ്രീരാമകൃഷ്ണദേവൻ. അതുകൊണ്ട് ഉദ്ദേശിച്ചത് നീ അല്പം ജാഗ്രതയിൽ ഇരിക്കണം എന്നേ ഉദ്ദേശിച്ചുള്ളൂ. പക്ഷെ ആ വാക്യാർത്ഥം തന്നെ എടുത്തങ്ങ് ജീവിച്ചു. അതായത് ബ്രഹ്മം എന്താ പറയുക, ബ്രഹ്മത്തിൻ്റെ നിർദ്ദേശങ്ങളെ അക്ഷരം പ്രതി അനുസരിച്ചു. ഇപ്പം ഈ ഭാഗത്ത് ഇനി വരുമ്പം അത് ഈ അധ്യായങ്ങൾ അവസാനിക്കുമ്പോൾ ആ ഒരു ഭാഗത്തേക്ക് വരുന്നുണ്ട്. നമ്മളെവിടെയാണ് പരാജയപ്പെടുന്നതെന്ന് ഇവിടെ പറഞ്ഞു വരുന്നുണ്ട് ഈ അധ്യായത്തിൻ്റെ അവസാനം. ലാട്ടുവിന് പരാജയമില്ല. കാരണം ലാട്ടു അക്ഷരം പ്രതി അങ്ങ് അനുസരിക്കുകയാണ്. അതിനകത്ത് സംശയം, അതാണ് സംശയവുമില്ല. നമ്മളൊക്കെ നാമം ജപിച്ചാലും നാമത്തിൻ്റെ എണ്ണം എടുക്കുന്നുണ്ടല്ലോ നമ്മളൊക്കെ. അതാണല്ലോ കയ്യിൽ മറ്റേ ജപമാല വെക്കുന്നത്, രുദ്രാക്ഷം.
കാര്യം വെച്ചാൽ നമ്മൾ എണ്ണുന്നതിന് നമ്മൾ കണക്ക് വെക്കുന്നുണ്ട്. ലാട്ടുവിന് കണക്കൊന്നുമില്ല. ഭഗവാൻ സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ തുടങ്ങും, ഭഗവാൻ സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ നിർത്തും. അത് ചിലപ്പോൾ ദിവസങ്ങളോളം പോയിട്ടുണ്ട് അങ്ങനെ. അപ്പം അതൊരു ബ്രഹ്മത്തെ തോൽപ്പിച്ച ഒരാൾ, അല്ല ശക്തിയെ തോൽപ്പിച്ച ഒരാൾ ലാട്ടു മാത്രമാണ്. അത് ബ്രഹ്മവും ശക്തിയും തമ്മിലുള്ള മത്സരവും ഇതിനിടയിൽ നടക്കുന്നുണ്ട്. ഈ കഥയിൽ ബ്രഹ്മവും ശക്തിയും തമ്മിൽ ഒരു മത്സരം നടക്കുന്നുണ്ട് പലയിടത്ത്. അതിൽ അതിൻ്റെ അത്ഭുതത്തിലൊന്നാണ് ലാട്ടു. അപ്പം അത് ഈ സന്ദർഭത്തിൽ അത് പെട്ടെന്ന് പറഞ്ഞു എന്ന് മാത്രം. അപ്പം നമുക്കിവിടെ പറഞ്ഞു വന്നത്, നമ്മൾ ബ്രഹ്മത്തെ അറിയാൻ, മായയുടെ മറയെ നീക്കാൻ ശക്തി സ്വരൂപിണിയായ അമ്മയോട് താണു കേണ് അപേക്ഷിക്കൂ, അമ്മേ 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 എന്ന് പറഞ്ഞ് അപേക്ഷിക്കൂ എന്ന് പറഞ്ഞ് ഭഗവാൻ നമ്മെ ഉപദേശിക്കുന്നിടത്താണ് നമ്മൾ നിന്നത്. ഇനി അപ്പോൾ ഈ അപേക്ഷിക്കൂ എന്ന് പറയുമ്പോൾ എന്താണ് വേണ്ടത്? നമ്മൾ സാധാരണ എന്ത് ചെയ്യും? രാവിലെ നിത്യം കുളിച്ച് വിഭൂതിയൊക്കെ ധരിച്ച് അർച്ചനയൊക്കെ ചെയ്യും, അല്ലെങ്കിൽ പൂജാമുറിയിൽ ചിലവാക്കും, അല്ലെങ്കിൽ ക്ഷേത്ര ദർശനം നടത്തും. ഇതൊക്കെ അനുഷ്ഠാനമാണ്. എന്നിട്ടോ ബാക്കി സമയം നമ്മൾ എന്ത് ചെയ്യും? തീർന്നു, നമ്മുടെ അനുഷ്ഠാനം തീർന്നു. രാവിലെ എഴുന്നേറ്റ് കുളിയും കഴിഞ്ഞ് ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങി വരുന്നതോടുകൂടി തീർന്നു. പിന്നെ ബാക്കി പിന്നെ പഴയ പോലെയായി, നമ്മളെല്ലാം പഴയ പോലെ. ഭഗവാൻ ഇവിടെ കൃത്യമായിട്ട് പറയുന്നത് എന്തെന്നറിയാം? വെറ്റില മുറുക്കില്ല, മീൻ കൂട്ടില്ല, പുക വലിക്കില്ല. ഇതൊന്നുമല്ല വേണ്ടത്. നിങ്ങൾ വെറ്റില മുറുക്കുകയോ മീൻ കൂട്ടുകയോ ഇറച്ചി കൂട്ടുകയോ പുക വലിക്കുകയോ എന്തും ആയിക്കോ, ഇതെല്ലാം ഞാൻ വേണ്ടെന്ന് വെച്ചു എന്ന് പറയുന്നതല്ല യഥാർത്ഥത്തിലുള്ള സാധന. നമ്മൾ ഇതെല്ലാം ചെയ്യും. പുക വലിക്കില്ല, ഇറച്ചിയും മീനും കൂട്ടില്ല, പിന്നെ വെറ്റില മുറുക്കില്ല, അല്ലെങ്കിൽ അത്തരം കുറേ അനുഷ്ഠാനങ്ങളുടെ ഭാഗമായി ചെയ്യാവുന്ന സാത്വികമാണെന്ന് നമ്മൾ ധരിച്ചിരിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് ചെയ്യും. എന്നാൽ ശ്രീരാമകൃഷ്ണൻ പറഞ്ഞത് ചെയ്യേണ്ടത് നമ്മൾ ചെയ്തില്ല. എന്താണ് ചെയ്യേണ്ടത്? എല്ലാം ത്യജിച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. അല്ലാതെ വെറ്റില മുറുക്ക് മാത്രമല്ല ത്യജിക്കേണ്ടത്, പുകവലി മാത്രമല്ല ത്യജിക്കേണ്ടത്. അത് വളരെ എളുപ്പമാണ്. പുകവലി ത്യജിച്ചു, വെറ്റില മുറുക്ക് ത്യജിച്ചു, ഇറച്ചിയും മീനും കൂട്ടൂല, വെജിറ്റബിളെ കഴിക്കുള്ളൂ, വെജിറ്റേറിയനെ കഴിക്കുള്ളൂ, അതൊക്കെ വളരെ എളുപ്പമുള്ള കാര്യമാണ്. ത്യജിക്കേണ്ടത് ത്യജിച്ചാലേ ബ്രഹ്മത്തെ സമീപിക്കാൻ പറ്റൂ. അപ്പം എല്ലാം ത്യജിക്കാൻ പറ്റണം. ത്യജിക്കുക എന്ന് പറഞ്ഞാൽ അറ്റാച്ച്മെൻ്റ് ഒഴിവാക്കാനാണ് പറഞ്ഞത് ഭഗവാൻ. അറ്റാച്ച്മെൻ്റ് ഒഴിവാക്കണം. അറ്റാച്ച്മെൻറ്റ് നിലനിർത്താൻ വേണ്ടിയാണ് നമ്മൾ ഈ ജപസാധനകൾ നടത്തുന്നത് എന്ന് നമ്മുടെ ആത്മാവിനോട് നമ്മൾ സ്വയം ചോദിച്ചാൽ നമ്മുടെ ആത്മാവ് പറയും ശരിയാണ്. നമ്മുടെ നിലവിലിരിക്കുന്ന ഈ ജീവിതകാലത്തുള്ള നമ്മുടെ അറ്റാച്ച്മെൻറ്റുകൾ നിലനിർത്താൻ, എനിക്കെൻ്റെ മകനോടും മകളോടുള്ള അറ്റാച്ച്മെൻറ്റ്, എനിക്കെൻ്റെ സ്വത്തിനോടുള്ള അറ്റാച്ച്മെൻറ്റ്, എനിക്കെൻ്റെ അധികാരത്തോടുള്ള അറ്റാച്ച്മെൻറ്റ്, എനിക്കെൻ്റെ സമ്പത്തിനോടുള്ള അറ്റാച്ച്മെൻറ്റ്, ഇതെനിക്ക് നിലനിർത്തി തരണേ ഈശ്വര എന്നാണ് അനുഷ്ഠാനം. ഭഗവാൻ പറയുന്നത് ഈ അറ്റാച്ച്മെൻ്റ് അങ്ങ് മാറ്റുക. എന്നിട്ട് നീ ബീഡി വലിക്കുകയോ കള്ളു കുടിക്കുകയോ, അല്ലെങ്കിൽ അതുകൊണ്ടല്ലേ കാളിപദ ഘോഷായാലും സുരേന്ദ്രനാഥ മിത്രയായാലും ഗിരീഷ് ചന്ദ്ര ഘോഷ് ഇവരൊക്കെ മദ്യപിക്കുന്നവരാണ്. ഭഗവാനോടൊപ്പം എന്ന് വെച്ചാൽ ഭഗവാൻ ഉള്ളപ്പോൾ പോലും മദ്യപിച്ചിട്ട് വരുന്നവരാണ്. ഭഗവാൻ അവരോടൊന്നും അത് നിർത്തണമെന്ന് ഒരിക്കലും പറഞ്ഞില്ല. പക്ഷെ അവരൊക്കെ ഈശ്വര കോടികളായി മാറിയില്ലേ? അതെങ്ങനെ? അവരെല്ലാം ത്യജിക്കാൻ തയ്യാറായി. അല്ലാതെ അവർ ഈശ്വര ഗിരീഷ് ചന്ദ്ര ഘോഷ് പറഞ്ഞെന്താണ്? ഞാൻ എല്ലാം തയ്യാറാണ്, പക്ഷെ അങ്ങ് അതങ്ങ് ചെയ്യിച്ചോ എന്നെ കൊണ്ട്, ഞാൻ അങ്ങേക്ക് തന്നിരിക്കുന്നു എല്ലാം, മറ്റേ ഇതെഴുതി അങ്ങ് കൊടുത്തു, അങ്ങ് ചെയ്തോളൂ, ഞാൻ ഇതെല്ലാം അങ്ങേക്ക് തന്നിരിക്കുന്നു. അങ്ങനെ പറയാൻ നമുക്ക് പറ്റൂ? നമ്മളാരും അത് പറയില്ലല്ലോ. ഞാൻ എൻ്റെ എല്ലാം അങ്ങേക്ക് തന്നിരിക്കുന്നു, ഭഗവാനെ അങ്ങേയത്തെ ഏൽപ്പിക്കുന്നു, എനിക്കിതൊന്നും വേണ്ട എന്ന് ഗിരീഷ് ചന്ദ്ര ഘോഷ് പറഞ്ഞത് നമ്മൾ പറയൂ? കാളിപദ ഘോഷ് കാലി പിടിച്ച് ആ വള്ളത്തിൽ വെച്ച് ആ ബോട്ടിൽ വെച്ച് കാളി വീണിട്ടാണ് സർവ്വതും അർപ്പിച്ചത് കാളിപദ ഘോഷ്. സുരേന്ദ്രനാഥ മിത്ര ജീവിതകാലം മുഴുവൻ ചെയ്യുമോ നമ്മൾ ആരെങ്കിലും? അപ്പോൾ അവരൊക്കെ ത്യജിച്ചവരാണ്. അപ്പോൾ ഭഗവാൻ പറയുന്നത് അറ്റാച്ച്മെൻറ്റ് നിലനിർത്താൻ വേണ്ടി യഥാർത്ഥത്തിൽ കാണിക്കുന്ന ഇതല്ല നമുക്ക് വേണ്ടത്. ഇവിടെ ഗൃഹസ്ഥർക്ക്
ഭഗവാൻ എന്നിട്ട് നമ്മുടെ ഈ കുഴപ്പമൊക്കെ ഭഗവാൻ അറിയാം. ശ്രീരാമകൃഷ്ണദേവന് നമ്മുടെ ഈ കുഴപ്പമൊക്കെ അറിയാം. കാര്യം നമ്മളൊക്കെ വളരെ ഗൃഹസ്ഥരാണ്. അതുകൊണ്ട് നമുക്ക് അറ്റാച്ച്മെൻ്റ് ഉണ്ട് എന്ന് ശ്രീരാമകൃഷ്ണദേവന് നന്നായിട്ടറിയാം. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ ഇവിടെ ഒരു സൗജന്യം നമ്മൾ ഗൃഹസ്ഥർക്ക് വേണ്ടി തന്നു. എന്താണ് ആ സൗജന്യം? നിങ്ങൾ മനസ്സാ ത്യജിച്ചാൽ മതി. ശ്രീരാമകൃഷ്ണദേവൻ തന്നെ പറഞ്ഞതാണ്. നിങ്ങൾ മനസ്സാൽ ത്യജിച്ചാൽ മതി. എല്ലാം ഈ അധ്യായത്തിലുള്ളത് മാത്രമാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഈ അധ്യായം ഒന്നുകൂടെ ശ്രദ്ധിച്ച് വായിച്ചാൽ ഈ പറഞ്ഞ ഘടനയൊക്കെ ഇവിടെ കാണാം. നിങ്ങൾ മനസ്സാൽ ത്യജിച്ചാൽ മതി. പക്ഷെ സന്യാസി മനസ്സാൽ ത്യജിച്ചാൽ പോരാ, പ്രത്യക്ഷത്തിലും ത്യജിക്കണം. സന്യാസിമാർ പ്രത്യക്ഷത്തിലും ത്യജിക്കണം, മനസ്സാലും ത്യജിക്കണം. നമ്മൾ ഗൃഹസ്ഥാശ്രമികൾ മനസ്സാ ത്യജിച്ചാൽ മതി, പ്രത്യക്ഷത്തിൽ വേണമെന്നില്ല. ഞാൻ ഏറ്റു. ഭഗവാൻ നമുക്കൊരു സൗജന്യം തന്നു. നിങ്ങൾ മനസ്സാ ത്യജിച്ചാൽ മതി, ബാക്കിയൊക്കെ നിലനിൽക്കുന്നതൊക്കെ നിലനിർത്തിക്കോ, കുഴപ്പമില്ല, ഞാൻ ഏറ്റു. അതുകൊണ്ടാണ് ഗിരീഷ് ചന്ദ്ര ഘോഷിനോടും കാളിപദ ഘോഷിനോടും പറഞ്ഞത്, നീ ചെയ്യേണ്ടതൊക്കെ നീ തന്നെ ചെയ്യൂ, ബാക്കി ഞാൻ ഏറ്റു. കാരണം മനസ്സാൽ അവർ ത്യജിച്ചു കഴിഞ്ഞിട്ട്, മനസ്സാ ത്യജിച്ചവർ. അപ്പം ആ ഒരു ആനുകൂല്യം, മനസ്സാൽ ത്യജിച്ചാൽ മതി, ബാക്കി കാര്യം ഞാൻ ഏറ്റു എന്ന് പറയുന്ന ശ്രീരാമകൃഷ്ണദേവൻ്റെ ആ ആനുകൂല്യം നമുക്കുണ്ട് എന്നുള്ള ബോധത്തോടു കൂടി നമ്മൾ ഇത് വായിക്കുകയും ജീവിക്കുകയും ചെയ്താൽ മാത്രം മതി നമ്മൾക്ക് ബ്രഹ്മസ്വരൂപം അച്ചീവ് ചെയ്യാൻ പറ്റും എന്ന് ശ്രീരാമകൃഷ്ണദേവൻ ഇവിടെ പറയുകയാണ്. ഇത് രണ്ടു പേരുടെ കാര്യത്തിലൂടെ ഭഗവാൻ ഇത് ഈ അധ്യായത്തിൽ ഈ രണ്ടു പേരെക്കുറിച്ച് ഭഗവാൻ ഈ ചർച്ച ചെയ്യുന്നുണ്ട് ഇവിടെ. ഒന്ന് കേശവചന്ദ്രസേനെ കുറിച്ചും മറ്റൊന്ന് രസികിനെ കുറിച്ചും ഇതിനകത്ത് പറയുന്നുണ്ട് ഈ അധ്യായത്തിൽ, ഈ രണ്ട് അധ്യായങ്ങളിൽ. കേശവചന്ദ്രസേനെ കുറിച്ച് പറയുന്നത് എന്താണ്? കേശവചന്ദ്രസേനെ കുറിച്ച് പറയുന്നത് ഒരു ഭക്തൻ ചോദിച്ചപ്പോഴാണ്. കേശവചന്ദ്രസേനൻ്റെ നവവിധാൻ എന്ന് പറയുന്ന പുതിയ ബ്രഹ്മസമാജത്തിൻ്റെ പുതിയ ഗ്രൂപ്പ് അതൊരു അവിയൽ പരുവത്തിലാണല്ലോ എന്ന് ഒരു ഭക്തൻ ശ്രീരാമകൃഷ്ണദേവനോട് ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് കേശവചന്ദ്രസേനൻ്റെ കാര്യം ഇവിടെ പറയുന്നത്. ഭഗവാൻ പറഞ്ഞത് അതൊരു പുതിയ ഏർപ്പാടാണെന്ന് ഞാനും കേട്ടു കേശവചന്ദ്രസേനൻ്റെ. നോക്കണം, ഈ ചർച്ച നടക്കുമ്പോൾ, അതായത് കേശവചന്ദ്രസേനൻ്റെ നവവിധാൻ എന്ന് പറയുന്ന പുതിയ ബ്രഹ്മസമാജം രൂപീകരിക്കുമ്പോൾ, നവവിധാൻ എന്തുകൊണ്ട് രൂപീകരിക്കപ്പെട്ടു എന്നുള്ളത് നമ്മൾ കേശവചന്ദ്രസേനൻ്റെ ചരിത്രത്തിൽ കണ്ടതാണ്. ജസ്റ്റ് ഒന്നുകൂടെ പറഞ്ഞു വെച്ചാൽ, ബ്രഹ്മസമാജത്തിൻ്റെ ഭാരതവർഷ ബ്രഹ്മസമാജവും ആദി ബ്രഹ്മസമാജം എന്ന് പറഞ്ഞ് രണ്ട് ബ്രഹ്മസമാജം വന്നു. അതിൽ ഭാരതവർഷത്തിൽ കേശവചന്ദ്രസേനൻ്റെതായിരുന്നു. പിന്നെ കേശവചന്ദ്രസേനൻ തൻ്റെ മകളുടെ കല്യാണം ബ്രഹ്മസമാജത്തിൻ്റെ നിയമത്തിന് വിരുദ്ധമായി നടത്തിയപ്പോൾ കുറേ പേര്, വിജയകൃഷ്ണ ഗോസ്വാമി ഉൾപ്പെടെ പലരും പിരിഞ്ഞുപോയി. അവർ പോയി സാധാരണ ബ്രഹ്മസമാജം ഉണ്ടാക്കി. കേശവചന്ദ്രസേനൻ മാറി നിന്നു. പിന്നീട് കേശവചന്ദ്രസേനൻ നവവിധാൻ എന്ന് പറഞ്ഞ് പുതിയൊരു ബ്രഹ്മസമാജം ഉണ്ടാക്കി. അപ്പോഴേക്കും സംഭവിച്ചത്, ഇത് നമ്മൾ ഈ ചർച്ച നടക്കുന്നത് 1883 സെപ്റ്റംബർ 22-നാണ് ഈ ചർച്ച നടക്കുന്നത്. നമ്മൾ ഈ പറയുന്ന ചർച്ച നടക്കുന്നത് 1883 സെപ്റ്റംബർ 22 കേശവചന്ദ്രസേനെ കുറിച്ച് ഭഗവാൻ പറയുന്നത്. വെറും ഏകദേശം 3 മാസവും 8 ദിവസവും കൂടെ കഴിയുമ്പോൾ കേശവചന്ദ്രസേനൻ മരിക്കുകയാണ്. ഇപ്പം ഈ 83 സെപ്റ്റംബർ 22 ഈ കേശവചന്ദ്രസേനൻ്റെ നവവിധാനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പം ഭഗവാൻ ഇവിടെ പറയുന്നുണ്ടത്. കാര്യം അപ്പോഴേക്കും കേശവചന്ദ്രസേനൻ വയ്യാത്ത അവസ്ഥയിലൊക്കെ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇതുകൊണ്ട് ഇവരുടെ ഈ ബ്രഹ്മസമാജം കൊണ്ട് ഒരു പ്രയോജനവുമില്ല. കാരണം അവർക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. അവരിപ്പോഴും ധരിച്ചു വച്ചിരിക്കും, കേശവചന്ദ്രസേനൻ ഉൾപ്പെടെയുള്ളവർ ഇപ്പോഴും ധരിച്ചു വച്ചിരിക്കുന്നത് സാകാരവും നിരാകാരവും തമ്മിൽ തിരിച്ചറിയാൻ വയ്യാത്ത വിധമാണ്. അതായത് ഇവിടെ നേരത്തെ പറഞ്ഞ ബ്രഹ്മവും ശക്തിയും തമ്മിലുള്ള ബ്രഹ്മവും ശക്തിയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയാത്തവരാണ് ബ്രഹ്മസമാജംകാർ. ആ അറിവില്ലായ്മ കൊണ്ടാണ് അവരിപ്പോഴും നിരാകാരവാദികളായി മാറിയിരിക്കുന്നത്. സാകാരം എന്താണെന്നും നിരാകാരം എന്താണെന്നും ഇത് രണ്ടും ഒരേ
ഒരേ ബ്രഹ്മത്തിൻ്റെ രണ്ട് രൂപങ്ങളാണെന്ന് അവർക്ക് ഇതുവരെ ബോധ്യപ്പെടാത്തതിൻ്റെ കാരണം അവർക്കിതേക്കുറിച്ച് യാതൊരു ധാരണയും ഉണ്ടാകാത്തതുകൊണ്ടാണ് എന്നാണ് ഇതിനകത്ത് ആ ചർച്ചയിൽ പറയുന്നത്. അതേ പെട്ടെന്ന് ഇപ്പോൾ മണി 8 ആയതുകൊണ്ട് ഞാനത് കൺക്ലൂഡ് ചെയ്യുന്നതിന് വേണ്ടി പറയാം. രണ്ടുപേരുടെ കാര്യം പറഞ്ഞതുകൊണ്ട് മറ്റേ കാര്യം കൂടെ ഞാനിപ്പോൾ പറയാം. കേശവചന്ദ്രസേൻ്റെ കാര്യത്തിൽ ഇതാണ് സംഭവിച്ചെങ്കിൽ അതിന് നേരെ ഘടകവിരുദ്ധമായ സംഭവമാണ് റസിക്കിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത്. റസിക്കിനെ കുറിച്ച് ഇതിൽ പറയുന്നുണ്ട് ഭഗവാൻ. റസിക്കിനെ കുറിച്ച് പറയുമ്പോൾ ഇതിനകത്ത് റസിക്കിൻ്റെ കാര്യം വളരെ ഒരു വരിയിലാണത് പറയുന്നത്. അതായത് റസിക്കിൻ്റെ കാര്യത്തിൽ അതാ റസിക്കിനെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ ആ ഭാഗത്ത് പറയുന്നത് റസിക്കിനെ കാണാനായിട്ട് ശ്രീരാമകൃഷ്ണദേവൻ്റെ ആ ബ്രഹ്മസ്വരൂപം, ഭഗവാന്റെ ഉള്ളിലുള്ള ആ ബ്രഹ്മസ്വരൂപം റസിക്കിനെ കാണാനായിട്ട് റസിക്കിൻ്റെ വീട്ടിൽ ചെല്ലുന്നുണ്ട്. ധ്യാനാവസ്ഥയിൽ ഈ ബ്രഹ്മസ്വരൂപം റസിക്കിൻ്റെ വീട്ടിൽ ചെല്ലുന്നു. റസിക്കിനെ ആലോചിച്ച് നോക്കണം, വെറും ഒരു അന്നത്തെ കാലത്ത് ഏറ്റവും ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ്. ചണ്ടാളൻ എന്നൊക്കെ അന്ന് വിളിക്കുന്ന പേരുള്ള ആളാണ്. ആ റസിക്കിൻ്റെ കഥ നമ്മൾ മുമ്പ് പറഞ്ഞുകൊണ്ട് അത് വിശദീകരിക്കുന്നില്ല. ഈ റസിക്കിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ഈ ബ്രഹ്മസ്വരൂപം ശ്രീരാമകൃഷ്ണദേവൻ ദക്ഷിണേശ്വരത്ത് ധ്യാനാവസ്ഥയിൽ ഇരിക്കുകയാണ്. ശ്രീരാമകൃഷ്ണദേവൻ്റെ ഉള്ളിലെ ബ്രഹ്മസ്വരൂപം അവിടെ റസിക്കിൻ്റെ കുടിലിലേക്ക് ചെല്ലുന്നു. ആ കുടിലിൽ ചെല്ലുമ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ്റെ ബ്രഹ്മസ്വരൂപം ദർശിക്കുന്നത് റസിക്കിൻ്റെ പുറംബോടി മാത്രമാണ് വ്യത്യാസമുള്ളൂ. റസിക്കും റസിക്കിൻ്റെ വീട്ടുകാരും, റസിക്ക് എന്ന് പറയുന്നത് ചണ്ടാള വിഭാഗത്തിൽപ്പെട്ട ആളാണ്. അവരുടെ പുറംബോടിക്ക് ആ പാക്കിംഗ് പുറം ശരീരത്തിന് മാത്രമേ വ്യത്യാസമുള്ളൂ. അകത്ത് ഇതേ കുണ്ടലിനി ശക്തിയെ ഈ ആത്മാവ് ദർശിക്കുകയാണ്. ഒരേ കുണ്ടലിനി ശക്തിയെ, ആ ഒരേ കുണ്ടലിനി ശക്തി തന്നെയാണ് റസിക്കിൻ്റെ ഉള്ളിലും തൻ്റെ ആത്മസ്വരൂപത്തിലും നിലനിൽക്കുന്നത് എന്ന് ശ്രീരാമകൃഷ്ണദേവൻ അവിടെ വെച്ച് തിരിച്ചു കാണുകയാണ്, ദർശിക്കുകയാണ്. ബ്രഹ്മസ്വരൂപത്തിന് ദർശിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ബ്രഹ്മസ്വരൂപം അവിടെ വച്ച് ഇത് ശ്രീരാമകൃഷ്ണദേവൻ എന്നുള്ള സശരീരനായതുകൊണ്ട് ആ ബ്രഹ്മസ്വരൂപം അത് ദർശിക്കുകയാണ് ചെയ്യുന്നത്. ഇത് വിവേകാനന്ദ സ്വാമി പിന്നീട് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരു ആത്മസഞ്ചാരം ശ്രീരാമകൃഷ്ണദേവൻ ദക്ഷിണേശ്വരത്തു നിന്ന് റസിക്കിൻ്റെ വീട്ടിലേക്ക് സ്ഥിരം നടത്തിയിരുന്നുവെന്ന് വിവേകാനന്ദ സ്വാമി പിന്നീട് ഇത് പലരോടും പറഞ്ഞിട്ടുണ്ട്. ജീവിച്ചിരിക്കുന്ന കാലത്തല്ല പറഞ്ഞത്, പിന്നീട് ഭഗവാന്റെയൊക്കെ ദേഹത്യാഗത്തിന് ശേഷം പറഞ്ഞിട്ടുണ്ട്. ഈ റസിക്കിൻ്റെ വീട്ടിലേക്ക് ഈ ആത്മസ്വരൂപം സഞ്ചരിക്കുന്നത് എങ്ങനെയെന്ന് വിവേകാനന്ദ സ്വാമി പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇവിടെ ഇതാണ്. അപ്പം ഈ ആത്മസ്വരൂപം എന്താണ്, നമ്മൾ എങ്ങനെയാണ് ആത്മസ്വരൂപത്തെ കാണുന്നത് എന്ന് ശ്രീരാമകൃഷ്ണദേവൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നതാണ് ഈ വ്യക്തികളിലൂടെ, ഈ വ്യക്തികളുടെ കഥകളിലൂടെ, അല്ലെങ്കിൽ ഈ വ്യക്തികളുടെ അവതരണത്തിലൂടെ. അതാണ് ഈ എങ്ങനെയാണ് ബ്രഹ്മവും ശക്തിയും തമ്മിലുള്ള ബ്രഹ്മവും ശക്തിയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നതാണ് ഈ പറഞ്ഞ ഭാഗങ്ങളിൽ വിശദീകരിച്ചിരിക്കുന്നത്. ഏറെക്കുറെ എനിക്ക് തോന്നുന്നു ഡൗട്ട് ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഡൗട്ട് ഉണ്ടാകും, കാര്യമില്ലാതെ. ഇത് അത്രയും പറഞ്ഞു, നമുക്കിത് നാവ് കൊണ്ട് പറയത്തക്ക ശക്തിയുള്ളവരൊന്നുമല്ല നമ്മൾ. പക്ഷേ ഈ 2 അധ്യായം ഒരു 5 തവണ ഈ പറഞ്ഞ ഘടനയിലൂടെ ഈ 2 അധ്യായം ഒരു 4-5 തവണ ആവർത്തിച്ച് വായിച്ചാൽ നമുക്ക് ഭഗവാൻ തന്നെ ബോധ്യപ്പെടുത്തി തരും. ഓരോരുത്തർക്കും ബോധ്യം ഓരോ തരത്തിലായതുകൊണ്ട് അത് നമുക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തമായ ആ ബോധം ഉണ്ടാകുമെന്ന് 100% ഉറപ്പാണ്. അതുകൊണ്ട് നമ്മൾ ഈ അധ്യായം 11-ഉം ഈ 14-ഉം 13-ഉം 14 അല്ലേ, അതെ 13-ഉം 14 1-ാം വോള്യത്തിലെ 13-ാം ഭാഗത്തിലെ 13-ഉം 14-ഉം അധ്യായങ്ങൾ നമ്മളൊന്ന് ആവർത്തിച്ച് 1-ഓ 2-ഓ 3-ഓ തവണ വായിച്ചാൽ ഈ പറഞ്ഞ കാര്യങ്ങളുടെ, ഞാനീ പറഞ്ഞ കാര്യങ്ങൾ ഒരു ചർച്ച എന്നുള്ള രൂപത്തിൽ അവതരിപ്പിച്ചു എന്ന് മാത്രം, അത് പരസ്പരം നമുക്ക് പങ്കുവെക്കാവുന്നതാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. നമസ്തേ.
എന്തെങ്കിലും ബോധ്യപ്പെട്ടു തോന്നി ഞാൻ തന്നെ വല്ലാതെ വിഷമിക്കുകയായിരുന്നു. കാര്യം ഇത് വല്ലാത്തൊരു അധ്യായമായിരുന്നു അത്. അതെ 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 അതെ. ഓ വലിയ നാമഞ്ചേരി.